അങ്ങനെ ഉച്ച കഴിഞ്ഞ് കഴിച്ചിട്ടൊക്കെ ഇരുന്നപ്പോഴേ അബിക്കൊരാഗ്രഹം തോട്ടിൽ പോകണമെന്ന്, തോട്ടിൽ മീൻ പിടിക്കാൻ പോകണമെന്ന്. അവൻ്റെ കയ്യിൽ എന്തോ ഇതിൻ്റെ നൂലോ കൊളുത്തോ എനിക്ക് ആ സാമഗ്രികളൊന്നും പറയാൻ അറിയത്തില്ല കേട്ടോ. ഈ മീൻ പിടിക്കുന്ന സംഭവം എന്താണെന്ന് അവൻ ഇതുവരെ കിട്ടിയിട്ടുമില്ല. പക്ഷേ എന്നോട് എന്നും പറയും കൊണ്ടുപോ, തോട്ടിൽ കൊണ്ടുപോ, തോട്ടിൽ കൊണ്ടുപോ എന്ന് പറയും കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചിന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. എന്തോ തീറ്റയോ എന്തൊക്കെയോ സംഭവങ്ങൾ എടുത്തിട്ട് 2 പേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരു കൂട്ടം താറാവ് ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് നീന്തുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു തോടാണ്. അവിടെ നമ്മുടെ മെയിൻ തോടുണ്ടല്ലോ, അവിടെ ആൾക്കാർ വേറെ ആരൊക്കെയോ നിന്നിട്ട് തുണിയോ എന്തൊക്കെയോ കഴുകുന്നതുകൊണ്ട് അബി പറഞ്ഞു, അമ്മ അവിടെ വേണ്ട, അതിൻ്റെ മേളിൽ നമുക്ക് ഇട്ട് നോക്കാം എന്നും പറഞ്ഞ് വന്നേ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തിട്ട് അബി ഇട്ട് നോക്കിയേ. അങ്ങനെ അബി പരിശ്രമത്തോടെ, ഭയങ്കര പരിശ്രമമാണ് കേട്ടോ. ഇതെങ്ങനെ എന്താ ചെയ്യുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ചുമ്മാ ഇവർക്ക് കൂട്ടിരിക്കാൻ വന്നതാണ് ഇവിടെ. അപ്പം പിന്നെ അബി നൂല് ചുറ്റുന്നു, എടുക്കുന്നു, എറിയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എനിക്കറിയില്ല. പക്ഷെ ഒരു മീനും കിട്ടിയിട്ടില്ല കേട്ടോ. ഏതാണ്ട് അവിടെ 1 മണിക്കൂറോളം ഇരുന്നു. ചേട്ടന് സപ്പോർട്ടായിട്ട് അനിയത്തിയും കൂടെ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ഇവിടെ കിട്ടത്തില്ല, നമുക്ക് അവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചാലുണ്ടല്ലോ, അവിടെ ഇട്ട് നോക്കാം, അവിടെ ഇഷ്ടംപോലെ മീനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോവാണ്. ഞാനും ഇപ്പം തന്നെ മീനും കൊണ്ടുപോകാമെന്നും പറഞ്ഞ് കണ്ട പാട്ടയും കുപ്പിയെല്ലാം പറക്കി കൊണ്ട് വന്നേക്കുവാണ്. അങ്ങനെ അവിടെയും കുറേ നേരം അബി കിടന്ന് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരു ഫലവും ഇല്ല കേട്ടോ. എന്നോട് പറഞ്ഞു, അമ്മ എന്തോ തടഞ്ഞിട്ടുണ്ട് തടഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞേ. പക്ഷേ അതിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ അഴുക്ക് വെള്ളത്തിലും ഒക്കെ കൊണ്ടിട്ടു, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അബിയുടെ നാനൂറിലൊക്കെ സംഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.